one stretch where we can really push. ഹലോ ഫ്ലൈവീലേഴ്സ്, നമ്മൾ അഗെയിൻ കോസ്റ്റ് ട്രാക്കിലുള്ള കോയമ്പത്തൂർ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് ശരിക്കും കാർ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ ടാറ്റയുടെ ആൾട്രോസ് റേസർ എന്നുള്ള പുതിയ പെർഫോമൻസ് ഹാച്ച് പാക്കാണ്. അതുകൊണ്ട് തന്നെ റേസിംഗ് ട്രാക്കിലാണ് നമ്മളുള്ളത്, പ്രോപ്പറായിട്ടുള്ള റേസ് ട്രാക്കിലുള്ള. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഇസ് ദ ഏസ് ദ ഗോഡ് ഓഫ് സ്പീഡ് ഇൻ ഇന്ത്യ, നിരൻ കാർത്തികേയൻ ഈസ് ജോയിനിങ് അസ്. അത് നമുക്ക് ലാസ്റ്റിൽ കാണാം, നമ്മുടെ കൂടെ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഇന്ന് നമുക്ക് ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് നോക്കാം. റേസ് ട്രാക്ക് മാത്രമല്ല ഓൺ റോഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഫസ്റ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് what are the changes on the exterior design. I'm my Flywheelers, welcome to Flywheel. ടാറ്റയുടെ വളരെ അട്രാക്റ്റീവായി വന്നിരുന്ന ഒരു പ്രീമിയം ഹാച്ച് പാക്കാണ് ആൾട്രോസ്. അതിൻ്റെ റേസർ ഫോമിൽ വന്നിരിക്കുന്ന വേരിയൻ്റ് ആണിത്. ഇത് ഏറ്റവും ടോപ്പ് എൻഡായി നിൽക്കുന്ന മോഡലാണ്. ഇതിൽ വന്നിരിക്കുന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. മെയിൻ ഡിഫറൻസ് എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന ഈ പെയിൻറ്റ് ജോബാണ്. ഇതാണ് ലോഞ്ച് കളർ, ഈ ഒരു ഓറഞ്ചും ബ്ലാക്കും ഈ സ്ട്രൈപ്പും ചേർന്നിട്ടുള്ള. പക്ഷേ ഇവിടെ 3 കളേഴ്സും കൂടി കാണാം. ഇത് നാഡോ ഗ്രേ ആൻഡ് ദ വൈറ്റ്, ആൻഡ് മൈ ഫേവറേറ്റ് ഇസ് നാഡോ ഗ്രേ. എനിവേ, നാഡോ ഗ്രേ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈൻ അന്നത് ഫോം ചെയ്തത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അന്നത്തെ പഴയ ഡിസൈൻ ഹെഡ് ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമുണ്ട്. ഒന്ന് ഈ ഇതായിരുന്നു, ഇത്രയുള്ള സില്ലിങ്ങിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് ഇങ്ങനെ കൊടുത്തത് അട്രാക്റ്റീവ് ആയിരുന്നു. അത് ഇന്നാണ് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നുന്നത്. കാരണം ഈ ബ്ലാക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ശരിക്കും വേറെ തന്നെ ഡിസൈൻ ഫോം വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്, 2 പാർട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത് സ്വിഫ്റ്റിൽ കണ്ടില്ല, ആ ലൈൻ ത്രൂ ഔട്ട് പോയത് ആ ഒരു സ്റ്റൈൽ ഇവിടെ വരുന്നുണ്ട്. ഈ സ്ട്രൈപ്പ് ഒരു റേസിംഗ് എലമെൻ്റ് ആണ്. 2 വൈറ്റ് സ്ട്രൈപ്പ് ഇവിടെ ത്രൂ ഔട്ട് നിൽക്കുന്നതാണ്. പിന്നെ വന്നിരിക്കുന്ന വീല് എക്സിസ്റ്റിംഗ് വീല് തന്നെയാണ്. അത് 16 ഇഞ്ചിൻ്റെ വീല് ഇപ്പം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ക്രോമും ബ്ലാക്കും ആയിട്ട് വന്നിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സൈസും ഗ്രീൻ ഹൗസിലും തന്നെ അട്രാക്റ്റീവ് ഉണ്ട്. ഇവിടെ സ്കേർട്ടിങ് വന്നിട്ടുണ്ട്, അത് സ്പോട്ടി എലമെൻ്റ് ആണ്. അതും പുതിയതായിട്ട് വന്നിരിക്കുന്ന എലമെൻ്റ് ആണ്. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് 360 ക്യാമറയുടെ ക്യാമറ. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു എലമെൻറ്റ് കാണിച്ചു തരാം. ഈ ഒരു ഹാൻഡിലാണ്. ഈ ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയിലും എനിക്ക് ഒരു ഡ്രോബാക്കായി തോന്നുന്ന കാര്യമാണ്. പക്ഷേ പോസിറ്റീവ് ഇസ് ദിസ് ന്യൂ സ്പോയിലർ. റിയർ സ്പോയിലർ വന്നിരിക്കുന്ന ഒരു സ്പോട്ടി ആയിട്ടുള്ള വലിയ സ്പോയിലറാണ്. ഇത് മറ്റു മോഡലുള്ള പോലെ കുറച്ചുകൂടി വലുപ്പം കൂടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് റിയറിലും കണ്ടിന്യൂ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴും ആ ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ നമുക്ക് കാണാം. പിന്നെ നാഡോ ഗ്രേ ആണ്, അട്രാക്റ്റീവ് ആണ്. ഇതിൽ ഐടർബോ പ്ലസ് എന്നുള്ള കാണാം. അത് ഐടർബോ എഞ്ചിൻ തന്നെ ട്യൂണപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല പവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ലേറ്റ്ലി പറഞ്ഞുതരാം. ഇതാണ് എക്സ്റ്റീരിയറിൽ വന്ന ചേഞ്ച്. ഇൻറ്റീരിയറിലും ചേഞ്ച് ഉണ്ട്. ഇൻറ്റീരിയറിൽ വന്ന ചേഞ്ച് നമുക്ക് ഈ വൈറ്റ് വണ്ടിയിൽ നോക്കാം. ഈ വൈറ്റ് വെൻറ്റിൽ ഇൻറ്റീരിയർ കാണിക്കാൻ കാരണം ഇതിലെ ലോഞ്ച് കളറിൽ ഓറഞ്ചും വൈറ്റും ആണ് ഇതിൽ ഉപയോഗിച്ചിട്ട്, മറ്റുള്ള കളേഴ്സ് ഗ്രേ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിലെ ഇൻറ്റീരിയറിൽ മാറ്റം കാര്യമായി വന്നിരിക്കുന്ന ഈ 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ വന്നിട്ടുള്ളതാണ്. അത് നെക്സോണിൽ വന്നിരിക്കുന്ന പുതിയ ഇൻഫോർടൈൻമെൻ്റ് ആണ്. നേരത്തെ ഇതിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലുതായിട്ടുണ്ട്. ഗ്രേ എലമെൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നാഡോ ഗ്രേ അല്ല. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ഓറഞ്ച് ആക്സെൻറ്റേഴ്സ് എല്ലാം ഇതിൽ ഈ ഒരു റേസറിൽ മാത്രം വന്നിരിക്കുന്ന എലമെൻറ്റാണ്. ലെതറായിട്ട് സീറ്റാണ്, അതിൽ വെൻറ്റിലേഷൻ വന്നിട്ടുണ്ട്, അതും പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇൻഫോർടൈൻമെൻറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു അർമൻ്റെ സിസ്റ്റവും പുതുതാണ്. പുതുത് പറഞ്ഞാൽ പഴയതിൻ്റെ അപ്ഡേഷനാണ്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, 6 എയർ ബാഗ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സേഫ്റ്റിയിലും 5 സ്റ്റാർ നമുക്ക് അറിയാവുന്നതാണ്. ഇതിൽ വന്നിരിക്കുന്ന 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ ഒരു ലിവറിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കാണാം, എല്ലാം അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അൾട്രോസിൻ്റെ ഡിസൈനിൽ വേറെ ചേഞ്ചസ് തോന്നുന്നില്ല. പിന്നെ TFT സ്ക്രീനിലും അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഉള്ള പോലെ തന്നെ വളരെ സൗകര്യമുള്ള ഇൻറ്റീരിയറാണ്, സ്പേഷ്യസ് ആണ്. 90 ഡിഗ്രി തുറക്കാവുന്ന ഡോർ, ഇതെല്ലാം വന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും ഒരു പുതുതായിട്ട് വന്നതിൽ അട്രാക്റ്റീവായി തോന്നിയ ഒരു എലമെൻറ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സീറ്റ് വെൻറ്റിലേഷനാണ്. അത് നല്ല എഫക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോസ്റ്റിലെ ട്രാക്കിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്നതാണ്. നമ്മൾ ഡ്രൈവ് മെയിൻലിയുള്ള ട്രാക്കിലാണെങ്കിലും ഹൈവേ ഡ്രൈവ് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഡ്രൈവ് ചെയ്തു, പിന്നെ ഒരു ഹോട്ട് ലാപ്പ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഹോട്ട് ലാപ്പ് വരുന്നേ ഉള്ളൂ എപ്പിസോഡിൽ. അതിൻ്റെ ശേഷമാണ് നമ്മൾ നരേൻ്റെ കൂടെ ഓടിക്കാൻ പോകുന്നത്.
ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന iTurbo എഞ്ചിൻ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 120 PS പവറും 170 Nm ടോർക്കും ഉണ്ട്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു 105 PS ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഇത്രയും പവറും കൂട്ടിയിട്ട് ടോർക്കും 40 നിന്ന് 70 ആക്കി, 140 നിന്ന് 170 ആക്കി, വിച്ച് 30 Nm ടോർക്ക് കൂട്ടിയിട്ട്. ഇത് രണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി പെർഫോമൻസിൽ. അതിൻ്റെ പുറമെ ഇതിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. അതിലതുപോലെ വന്നിരിക്കുന്ന ഹൈഡ്രോളിക് ക്ലച്ച്, അതാണ് ഇതിലൊരു ഹൈലൈറ്റ്. കാരണം പെർഫോമൻസ് ആസ്പെക്റ്റിൽ പവർ കൂട്ടിയതും ഹൈഡ്രോളിക് ക്ലച്ച് വന്നു. അത് ക്വിക്ക് ഷിഫ്റ്റിങ്ങിന് ഗുണം ചെയ്യുന്നുണ്ട്. ആ ഡൗൺ ഷിഫ്റ്റ് ആണ് ശരി, അപ്പ് ഷിഫ്റ്റ് ആണ് ശരി, ക്വിക്കാണ്. അത് ടാറ്റയിൽ ലാക്ക് ചെയ്തിരുന്ന കാര്യമാണ് ഗിയർ ബോക്സിൻ്റെ ക്വിക്നെസ്, അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഇമ്പ്രൂവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ്, സസ്പെൻഷൻ, അതുപോലെ തന്നെ ഷാസി ഡൈനാമിക്സ് ആണ്. അത് നമുക്ക് കൂടുതലും ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ഓൺ റോഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബേസിക്കലി ഓൾട്രോസിൽ ഉണ്ടായിരുന്ന റിഫൈൻമെൻ്റ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല. അതായത് റിഫൈൻമെൻറ്റ് ലെവൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല. ബേസിക്കലി എഞ്ചിനാണെങ്കിലും 1.2 ലിറ്റർ ആയിട്ടുള്ള ടർബോ എഞ്ചിനാണ്. പക്ഷേ നമ്മൾ സാധാരണ കിട്ടുന്നൊരു ഗ്രൗൾ ഫീൽ പുറത്ത് എക്സോസ്റ്റിലുണ്ട്. എക്സോസ്റ്റിൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അതെങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കിക്കോളൂ. ഈ എക്സോസ്റ്റ് നോട്ട് ഉള്ളിലേക്കില്ല. ഉള്ളിലും സാധാരണ ഒരു എഞ്ചിനെ പോലെയുള്ളൂ. അതുകൊണ്ടും പ്രത്യേകിച്ച് ട്രാക്കിൽ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. കുറച്ചൊരു ഗ്രൗളിനെക്കാളേറെ ആ എഞ്ചിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അതാണ് വരുന്നത്. പക്ഷേ ഹൈ റബ്ബിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ടർബോ വിസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കേൾക്കും, ആ രസമുണ്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് ഹൈ സ്പീഡിലേക്ക് പോകുമ്പോഴേ ഉള്ളൂ, അല്ല നോർമൽ സ്പീഡിൽ പുഷ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിൻ സൈഡിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാൻ പവറിലും കാര്യത്തിലുണ്ടെങ്കിലും സൗണ്ട് വൈസ് എനിക്ക് തോന്നിയില്ല ഇമ്പ്രൂവ്മെൻറ്റ്. എക്സോസ്റ്റിലുണ്ട്, മഫ്ലറിലുണ്ട്, അത് പക്ഷേ ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല ടു ബി ഫ്രാങ്ക്. പിന്നുള്ള ആസ്പെക്ട് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റും കാര്യങ്ങളെല്ലാം കംഫർട്ടബിൾ അല്ലാണ്. പക്ഷേ ഇപ്പോൾ ട്രാക്കിൽ നമ്മൾക്ക് എപ്പോഴും ലോ ആയിട്ട് ഇരിക്കാനായിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഏറ്റവും ലോ പൊസിഷനാണ്. എന്നാലും അത് സംബന്ധിച്ചിടത്തോളം ഒരു ട്രാക്കിലൊക്കെയുള്ള പൊസിഷനല്ല, എനിക്ക് കുറച്ചും കൂടി ലോ ആയിട്ടിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഒരു ട്രാക്ക് സ്പെക്ക് വെഹിക്കിളിലപ്പോൾ കുറച്ച് ലോ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആംഗിൾ ഓഫ് വ്യൂ എല്ലാം തന്നെ ഒന്ന് ബെറ്റർ ആവും. അപ്പോൾ അതും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് സ്പെക്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് വെഹിക്കിൾ എന്ന രീതിയിൽ ബാക്കി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൂടുതലും എനിക്ക് ഫീൽ ചെയ്തില്ല സ്റ്റിയറിങ്ങിലും സസ്പെൻഷനിലും ബ്രേക്കിലുമാണ്. ഈ 3 കാര്യങ്ങളും ടാറ്റയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ബേസിക്കായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ദാറ്റ് വിൽ ചെക്ക് ഓൺ ദ ട്രാക്ക്. സോ റേസറിൽ വന്നിരിക്കുന്ന iTurbo എഞ്ചിനാണ്, 1.2 ലിറ്ററിൻ്റെ iTurbo എഞ്ചിൻ. മുമ്പ് ഓൾട്രോസിൽ വന്നിരുന്ന എഞ്ചിൻ തന്നെയായിരുന്നു. അതൊന്ന് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പവർ കൂടി 120 PS 170 Nm ആയിട്ടുണ്ട്. അത് 40 PS കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കോസ്റ്റിൻ്റെ ട്രാക്കിലാണുള്ളത്. നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രൈവാണ്. അപ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സാധാരണ എഞ്ചിനും കാര്യങ്ങളെല്ലാം. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1.2 ലിറ്ററിൻ്റെ iTurbo എഞ്ചിനാണ്. മുമ്പ് ഓൾട്രോസിൽ അവതരിപ്പിച്ചിരുന്ന എഞ്ചിൻ തന്നെയാണ്. പക്ഷെ പവർ കൂടിയിട്ടുണ്ട്. 120 PS 170 Nm ടോർക്കും ഉണ്ട്. 140 Nm ടോർക്കുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു 105 HP ആയിരുന്നു തോന്നുന്നു മുമ്പുണ്ടായിരുന്ന PS. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പവർ എൻഹാൻസ്മെൻറ്റും അതുപോലെ ടോർക്ക് എൻഹാൻസ്മെൻറ്റും ശരിക്കും മനസ്സിലാവുന്നുണ്ട് എഞ്ചിനിൽ. അതിൻ്റെ പുറമെ ഇതിൽ വന്നിരിക്കുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 6 സ്പീഡും നെക്സോണിൽ വന്ന ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു എഞ്ചിൻ കോമ്പിനേഷൻ നെക്സോണിൽ വന്നായിരുന്നു. പക്ഷേ ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ, 100 കിലോ കുറഞ്ഞ വെയിറ്റും ഇതിൻ്റെ ഡൈനാമിക്സും ഇതിന് കൂടുതലൊരു പെർഫോമൻസ് കാർ ആകുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരു പെർഫോമൻസ് ആസ്പെക്ട് എന്ന് പറയുന്നത് GTIനെ പറ്റി പറയില്ല, അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് ഏതായാലും i20 N ലൈനാണ്. അപ്പോൾ i20 N ലൈന്, പിന്നെ കുറച്ച് മുമ്പ് ഒരു ബലന RS ഉണ്ടായിരുന്നു, പുതിയ ബലനില്ല. അപ്പോൾ ഈ i20 N ലൈനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മോഡൽ. അതായിട്ട് കമ്പയർ ഇതിൽ പവറിലും എല്ലാം തന്നെ എൻഹാൻസ്മെൻറ്റ് ഉണ്ട്. കൂടുതൽ പവർ i20 Nക്കാളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർ ക്ലെയിം ചെയ്യുന്നൊരു കാര്യമില്ല. ഒന്ന് സസ്പെൻഷൻ റീട്യൂണിങ്, സ്റ്റിയറിങ്, പിന്നെ അതുപോലെ തന്നെ ബ്രേക്സ്. അതിൽ സ്റ്റിയറിങ്ങും സസ്പെൻഷനും ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഡ്രൈവിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓൺ റോഡിൽ ഓടിക്കുമ്പോഴാണെങ്കിൽ സോഫ്റ്റ് സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് ബേസിക്കലി ട്യൂൺ ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഒരു പെർഫോമൻസ് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ഇതിപ്പം വാങ്ങുന്ന കസ്റ്റമേഴ്സിൽ 90% ആൾക്കാരും എന്തായാലും പുഷ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല ട്രാക്കിലുള്ള പോലെ. ഇനി അത് ട്രാക്കിലെല്ലാം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
സ്റ്റിയറിംഗിലാണെങ്കിൽ കുറച്ചൊരു ഡിസൈൻ വന്നുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈറ്റൻ ആയിട്ടുണ്ട്, കുറച്ചൊരു ഹാർഡ് സ്റ്റിയറിംഗ് ആയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസം രീതിയിൽ നമുക്ക് കുറച്ചൊരു പ്രിസിഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സസ്പെൻഷനെ കുറച്ച് സ്റ്റിഫ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. കുറേ അണ്ടർ സ്റ്റെയർ വളരെ കുറച്ചിട്ടുണ്ട്, അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്നാലും നമുക്കിതിൽ പുഷ് ചെയ്തിട്ട് ഓടിച്ച് നോക്കണം. പുഷ് ചെയ്ത് ഓടിക്കുമ്പോഴേ ശരിക്കും അറിയുള്ളൂ. ഓൺ റോഡ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാക്കിലാണെങ്കിലും നമ്മളൊന്ന് രാവിലെ അത് ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ട് വന്നു, കുറച്ച് നേരത്തെ ഇറങ്ങി ഈ ട്രാക്കിൽ ചൂട് ആവുന്നതിന് മുമ്പ് ഷൂട്ട് തീർക്കാതിരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേയിലായിരുന്നു ഓടിച്ചിരുന്നത്. ഹൈവേയിൽ നമ്മൾ സേലം കോയമ്പത്തൂർ ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ റെഗുലർലി ഓടിക്കുന്ന റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു റിഫൈൻമെൻറ്റ് പാർട്ടും അതേപോലെ തന്നെ കംഫർട്ട് പാർട്ടെല്ലാം തന്നെ സോൾട്രോസിൽ നോർമലി ഉണ്ടായിരിക്കുന്ന ഒരു ബെറ്റർ എന്ന് പറയാനില്ല, അതിൻ്റെ റീറ്റെയിൻഡ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു ചലഞ്ച് പറഞ്ഞാൽ അത്രയും ഒരു സ്റ്റിഫെല്ലാം ആക്കിയ വണ്ടിക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം ഇവർ ഫോക്കസ് ചെയ്തുള്ള കസ്റ്റമർ ഫോക്കസും കൂടി വെച്ചിട്ടാണ്. അപ്പോൾ അതേതായാലും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ സ്റ്റിയറിങ്ങിൻ്റെ അതുപോലെ തന്നെ നമുക്ക് റോഡ് നോയ്സിൻ്റെ എല്ലാം കാര്യങ്ങളും, റോഡ് നോയ്സും അതുപോലെ തന്നെ എഞ്ചിൻ നോയ്സെല്ലാം ഓൾട്രോസിലുള്ള പോലെ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളിതിപ്പം ഒരു പവർഫുൾ എഞ്ചിനാകുമ്പോൾ പുഷ് ചെയ്യുമ്പോൾ പവർ കാര്യത്തിലെല്ലാം തന്നെ നമുക്ക് ശരിക്കും എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടെങ്കിലും എഞ്ചിനിൽ ആ ഒരു എന്താ പറയുക ഗ്രൗളൊന്നും തന്നെ സ്പോട്ട് ചെയ്യില്ല. എക്സോസ്റ്റിലുണ്ട്, മഫ്ലർ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എക്സോസ്റ്റിൽ കുറച്ചൊരു സ്പോട്ടിനെസ് മഫ്ലറിലുണ്ട്. പക്ഷെ അത് കൂടുതലും പുറകിലാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്പോട്ടി ക്യാരക്ടറായിട്ട് ആ എഞ്ചിൻ്റെ സൗണ്ട് വരുന്നില്ല. അത് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. മേ ബി ആ എഞ്ചിൻ തന്നെ സെയിം ആയതുകൊണ്ടായിരിക്കണം. പക്ഷേ വേറെ സ്ഥലത്ത് എനിക്കത് ഫീൽ ചെയ്തു. നമ്മൾ ഹൈ റെബിൽ പോകുമ്പം ആ ടർബോൻ്റെ വിസിൽ വരുന്നുണ്ട്. അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അത് ഹോട്ട് ലാപ്പിൽ കാണിച്ചു തരാം. ഒന്ന് പുഷ് ചെയ്യുമ്പോൾ തന്നെ ടയറൊന്ന് സ്ക്വീസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹോട്ട് ലാപ്പിൽ കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഹോട്ട് ലാപ്പിലാണ് ഉള്ളത്. ഷിറ്റ്, ഹൂ ഈസ് ദിസ്? ഒരു സ്ലോ കാർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓവർടേക്ക് ചെയ്തതാണ്. നമ്മൾ ഈ കോസ്റ്റ് ട്രാക്ക് നമുക്ക് പുതിയതല്ല, നമുക്കറിയാം. നമ്മൾ ഇതിന്റെ മുമ്പ് SL55 വെഡസ്റ്റാൻഡ് ഡ്രൈവിനെല്ലാം വന്നതാണ്. ട്രാക്ക് പരിചയമുള്ളതുകൊണ്ട് ഇറ്റ്സ് ഈസി ഫോർ മീ, ബട്ട് ദ കാർ ഇസ് ന്യൂ. അപ്പോൾ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സസ്പെൻഷനും സ്റ്റിയറിംഗ് എല്ലാം റീഡൂ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും ഇവിടുത്തെ ഈ ഡ്രൈവിൽ മനസ്സിലാവുന്നുണ്ട്. വെരി ട്രാക്ക് ഫ്രണ്ട്ലി കാർ. ആൻഡ് യുനോ നാരായൺ കാർത്തികേയൻ പോലുള്ള എയ്സ് ഡ്രൈവേഴ്സ് ആക്ച്വലി ഇതിന് ഡെവലപ്മെൻറ്റിൽ പാർട്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവും എന്നുള്ളത്. There's one stretch where we can really push. And it's like we're taking this turn in 75 now. God, it's good. That's not the straight stretch. ഈ ട്രാക്കിൽ ഓടിക്കുന്ന സംഗതിയിൽ ട്രാക്കിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ഇത് റോഡിൽ ഇങ്ങനെ ഓടിക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ഈ കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാലും ബാക്കിയുള്ളവർക്ക് ഹേർട്ട് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളുള്ള അത് ട്രാക്കിലായതുകൊണ്ടാണ്. റോഡിൽ പോകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈനും അതുപോലെ തന്നെ ബാക്കി ഇനിയിപ്പോൾ എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ ആ ഒരു സ്പീഡും അതുപോലെ റൂളും അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്യുക. സോ ഇത്രയും ഒരു കാറിനെ ഒരു പ്രീമിയം ഹാച്ച് ബാക്കിനെ സ്പോർട്ടി ഹാച്ച് ആക്കുന്നതിൽ ടാറ്റ സക്സസ്ഫുൾ ആണെന്നുള്ളതാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ് ബൈ ടാറ്റ. ഹാറ്റ്സ് ഓഫ്, ഡൺ എ ഗ്രേറ്റ് ജോബ്.
125 is what my got as maximum, and that's in the straight stretch. That too with 2 people. Fight with the steering. Just one. Normally the other, like the i20, they have a lot of understeer that we try to eliminate. And if you provoke it, it will oversteer. Wow. That's amazing. Yeah. Brilliant, man. So you anyone can drive it, and you know you'll be a hero. It's so easy to get to the limit of the car. How do you like the track? I love the track, man. I really love it. That's of you guys. Something which is very close to us, no? Yeah. So this quick shifting clutch, everything adds a little bit to the performance. True. Hopefully, people will buy and use lots of mods. Yeah. So as you know, this is the fastest part of the track. Yeah. And there is a lot of you can see there's lot of road. Yeah. It's so stable. Yeah. And the next right-hander, the fast right-hander, will be quite, you see the minimum speed will be quite high. Yeah. But it's get very I was noticing that. Yeah. See, 135 you're going in. Wow. So that's great, the capability man. Great. of the Yeah. Awesome. I was just noticing they are like almost double of what I was doing. Once you get used to the track, then I know. But the car also, right? Yeah. The platform has come out really well. Really well, yes. Very dynamic, So SL we were pushing. Huh? SL we were pushing because from morning onwards we started to know. Right. So got used to the track so well and car. Arjun is a phenomenal driver. Yeah. He's a good guy. Very grounded also. A very That's nice why. guy. Yeah. Like you. You all been like that. Yeah. Always been. Thank you. Naren. നരേൻ്റെ കൂടെയുള്ള ഡ്രൈവ് മാൻ, അത് ശരിക്കും ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ എന്താണ് വണ്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ മാക്സിമം. നമ്മൾ ഓടിച്ചതിൻ്റെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഡബിളാണ് പുള്ളി ഓടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു 70-75 ടേൺ എടുത്തത്. മേ ബി ഞാൻ 80 വരെ എത്തി. പുള്ളിക്കാരൻ ആ സമയത്ത് എടുത്തിരുന്നത് 125-130. സോ ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. അതെന്താണ് ഒരു പ്രൊഫഷണൽ എന്നുള്ളതിൻ്റെ ഡിഫറൻസ് കാണിക്കുന്നത്. അതിന് പുറമെ ഹി ഡെവലപ്പ് ദിസ് കാർ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് നല്ലോണം അറിയാം, ട്രാക്കിനെ കുറിച്ച് അറിയാം, എല്ലാം ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിലും കൂടി സ്റ്റിൽ ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ഹിം ഫോർ ദിസ് സ്കിൽ ആൻഡ് പ്രൊഫഷണലിസം. അപ്പോൾ ഓടിക്കുമ്പോൾ കണ്ട മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നോർമൽ അൾട്രാസിനും. അത് ശരിക്കും ആ സ്പോർട്ടി ക്യാരക്ടറിലേക്ക് തന്നെ വന്നിരിക്കുന്നത്, വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് എസ്പെഷ്യലി ആഫ്റ്റർ ഹീ ഡ്രൈവിങ്. അപ്പോൾ ഇങ്ങനൊരു വണ്ടി നമുക്ക് സാധാരണ അറിയാലോ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല ഡ്രൈവ് ചെയ്യാൻ. നമുക്ക് ട്രാക്കിലെല്ലാം ഒന്ന് ഓടിക്കാം. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ട്രാക്ക് ഉണ്ട്, കോസ്റ്റ് പോലുള്ള ട്രാക്കെല്ലാം. അങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ഹൈ പെർഫോമൻസ് വെഹിക്കിൾ ഓടിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ കിട്ടാവുന്നതിൽ കുറച്ച് പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. സോ ഇറ്റ്സ് ഇംപ്രൂവ്മെൻറ്റ് ഫ്രം വാട്ട് അൾട്രാസ് വാസ്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ട്രാക്കിലാണ് നമ്മളിങ്ങനെ ഓടിച്ചിട്ടുള്ളത്. സോ റോഡിൽ ഇങ്ങനത്തെ സ്റ്റൺസോ കാര്യങ്ങളോ ചെയ്യാതിരിക്കുക. ബി സേഫ് ബട്ട് യു എൻജോയ് ഡ്രൈവിംഗ്. അതിന് പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ്. സോ ഈ പുതിയ അൾട്രാസ് റേസറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് എൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതായിരിക്കോ അതല്ലെങ്കിൽ i20 ആയിരിക്കും എടുക്കുക. ലുക്ക് വൈസെല്ലാം തന്നെ ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ള കമൻറ്റ് പറയാം. അടുത്താണ് മറ്റൊരു വീഡിയോ കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.